ഏഷ്യാനെറ്റിന്റെ 4 സൂപ്പർ ഹിറ്റ് സീരിയലുകളുടെ ക്ലൈമാക്സിലേക്ക് എന്തുപറ്റി? പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സീരിയലുകൾ ക്ലൈമാക്സിലോട്ട് പോകുന്ന ഞെട്ടിക്കുന്ന വാർത്ത ശരിക്കും ഷോക്കിംഗ് തന്നെയാണ്. കാരണം എക്കാലത്തെയും പ്രേക്ഷകരെ പിടിച്ച് നെഞ്ചിലേറ്റി വെച്ചിരുന്ന കുറേ താരങ്ങൾ ഉണ്ടായിരുന്ന സീരിയലുകളാണ്. അത് 4ഉം കൂടി ഒറ്റയടിക്ക് ക്ലൈമാക്സിലേക്ക് പോകുന്നതിന്റെ റീസൺ ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാൻ പോകുന്നത് കൊണ്ടാണോ, അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? റേറ്റിംഗിന്റെ കുറവ് കാരണമാണോ, അതോ ഇനി ഇടാൻ ടെലികാസ്റ്റ് ചെയ്യാൻ സമയമില്ലേ, പുതുതായിട്ട് 4 സീരിയലുകൾ വരുന്നുണ്ടോ എന്നൊക്കെയുള്ള അപ്ഡേറ്റുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം, വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഏഷ്യാനെറ്റ് പ്രൊമോ പുറത്ത് വിട്ടിട്ടുണ്ട്. 4 സൂപ്പർ ഹിറ്റ് സീരിയലുകൾ ക്ലൈമാക്സിലോട്ട് പോവുകയാണെന്നുള്ളത് നമുക്കറിയാം. ഏഷ്യാനെറ്റിലെ സീരിയലുകളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല റേറ്റിംഗ് ഒക്കെ ബാക്കിയുള്ള ചാനൽസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞത് 3 പോയിന്റ് എങ്കിലും എല്ലാ സീരിയലുകൾക്കും ഉണ്ടാവും, അല്ലേ? ബാക്കിയുള്ള ചാനലുകൾ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇപ്പം സൂര്യ TV, സി കേരളം, ഫ്ലവേഴ്സ്, മഴവില്ല് എന്ന് തുടങ്ങി ബാക്കിയുള്ള സീരിയലുകളുള്ള ചാനലുകൾ എടുത്ത് നോക്കുവാണെങ്കിൽ 1 പോയിന്റ് 2 പോയിന്റ് ഒക്കെ അവർക്ക് മാക്സിമം ആണ്. ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിടത്തോളം 15 പോയിന്റ് 16 പോയിന്റ് എല്ലാം എല്ലാ സീരിയലുകൾക്കും ഒരു പ്രൈം ടൈമിലുള്ള എല്ലാ സീരിയൽസിലും ഉണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കുമാണ് 4 സീരിയലുകൾ ഓഫെയറിലേക്ക് പോവാണ്. ആ 4 സീരിയലുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇഷ്ടം മാത്രം, സ്നേഹക്കൂട്ട്, മൗനരാഗം, ടീച്ചറമ്മ, അങ്ങനെ 4 സീരിയലുകളും അവസാനിക്കാൻ പോവുകയാണ്. ശരിക്കും ഇതിനകത്ത് ചില സീരിയലുകൾ അവസാനിക്കുന്നത് സന്തോഷവും അതിസന്തോഷവും, ചില സീരിയലുകളെ തീരാനുള്ള സമയമായോ എന്ന് നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവും. അതെ, ഒന്നാമത് നമുക്ക് മൗനരാഗത്തിന്റെ കേസ് എടുക്കാം. മൗനരാഗം 2019 മുതൽ തുടങ്ങിയ ഒരു സീരിയലാണ്. ഇപ്പോൾ 7 വർഷമായി. 1652 എപ്പിസോഡുകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് മലയാളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ എപ്പിസോഡുകളുള്ള സീരിയലായിട്ട് മാറിയിട്ടുണ്ട് മൗനരാഗം. ശരിക്കും പറഞ്ഞ മൗനരാഗം കണ്ട് ഇപ്പൊ ആൾക്കാർ അത് മനോരോഗം എന്നാണ് അതിന്റെ കമന്റ് ബോക്സിൽ പറയുന്നത്. അത് തീർന്നു കിട്ടുന്നതിൽ എനിക്ക് തോന്നുന്നു മലയാളികൾ ഒന്നടങ്കം തീരാൻ കാത്തിരിക്കുന്ന ഒരു സീരിയലായിരിക്കും ഈ പറയുന്ന മനോരോഗം. അപ്പം മനോരോഗം അവസാനിക്കാൻ പോവാണ്. TRP ഇപ്പൊ 6 മണിയിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സീരിയൽ. ഇപ്പം അവസാനം വന്ന വീക്കിലാണെങ്കിലും 2.7 ആയിരുന്നു റേറ്റിംഗ്. അതിന് മുന്നേ 2.54 ആയിരുന്നു. അപ്പൊ റേറ്റിംഗും ഇല്ല, 7-8 വർഷവുമായി, ആൾക്കാർക്ക് മടുക്കുന്നുമുണ്ട്. സോ പൂട്ടിക്കെട്ടുന്നത് എന്തുകൊണ്ടും വളരെ ഉചിതമായ ഒരു തീരുമാനം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. പ്രേക്ഷകർ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന ആ ക്ലൈമാക്സ് എപ്പിസോഡിന് വേണ്ടി ഞാനും വെയിറ്റ് ചെയ്യാണ്. എന്ത് വേലയാണ് അതിനകത്ത് ചെയ്തു വെക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഭയങ്കര വെയിറ്റിംഗ് ആണ്. അടുത്ത് രണ്ടാമത് ഇഷ്ടം മാത്രം ഓൾറെഡി 457 എപ്പിസോഡുകൾ ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ 2 മണി ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ആ സീരിയൽ ടെലികാസ്റ്റിംഗ് ടൈം. ലാസ്റ്റ് വന്നിട്ടുള്ള റേറ്റിംഗ് 3.1 ആണ്. അതിന് മുന്നത്തെ വീക്കിൽ 3.2 ആയിരുന്നു. ആക്ച്വലി ഈ ഒരു സീരിയലിനെ ബേസ് ചെയ്ത് പറയുമ്പോഴത്തേക്കും നല്ലൊരു കഥാഗതി ഉള്ള ഒരു സീരിയലാണ് ഈ പറയുന്ന ഇഷ്ടം മാത്രം. ഇത് ഹിന്ദി വെർഷന്റെ മലയാളം റീമേക്ക് ആണ്. നമ്മുടെ ഏഷ്യാനെറ്റിലെ മുന്നേ തന്നെ പ്രണയം എന്ന് പറയുന്ന ഒരു സീരിയലായിട്ട് ഇതിന്റെ തന്നെ മറ്റൊരു വെർഷൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ശ്രീനിഷ് അരവിന്ദിന്റെയും വരദയുടെയും കൂടെ കോംബോ ആയിട്ട് നല്ലൊരു സീരിയലായിരുന്നു അതും. അപ്പം അതിന്റെ ഒരു അത് കണ്ടു വരുമ്പോൾ തന്നെ ആരാധകർക്ക് മനസ്സിലാവും. അത്ര ഒരു എപ്പിസോഡേ ഉള്ളൂ. ഹിന്ദി സീരിയൽ അറിയാലോ, ഒത്തിരി വലിച്ചു നീട്ടുന്ന സീരിയൽസ് ഒക്കെ ഹിന്ദിയിൽ കുറവാണ്. അപ്പം അതിന്റെ ഒരു മലയാളം പകർപ്പായതുകൊണ്ട് തന്നെ ഏതാണ്ട് അത് തീരാറായിരുന്നത് കാണുന്നവർക്ക് മനസ്സിലാവും. അതിന്റെ ക്ലൈമാക്സ് ഒക്കെ ഓൾറെഡി മുന്നേ തന്നെ നമ്മുടെ പല സീരിയലുകളിലായിട്ട് ഇതിന് റീമേക്ക് ആയതുകൊണ്ട് ആൾക്കാർക്ക് അറിയാം. ഞാനതൊന്നും പറയുന്നില്ല. അപ്പൊ ഇഷ്ടം മാത്രം തീരാൻ പോകുന്നത് ഷോക്കിംഗ് അല്ല, അതിന്റെ കഥാഗതി, അത് തുടങ്ങി വന്ന ഒരു കഥയുണ്ട്. അപ്പം അത് തീരുന്ന ഇതിൻ്റെ അതിനൊരു എൻഡിങ് പോയിന്റിൽ അത് കറക്റ്റ് പക്കയായിട്ട് തന്നെ അവർ എൻഡ് ആക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ റീമേക്കിൽ മാറ്റം വരുത്തുമോ എന്ന് അറിഞ്ഞുകൂടാ, നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. 2 മണി സോട്ടിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രൈം ടൈം സോട്ടിൽ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിംഗ് ടൈമിൽ 8 മണിക്കൊക്കെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. നല്ല സീരിയലായിരുന്നു. ഇപ്പൊ അതിനെ പിടിച്ച് 2 മണിക്ക് ഇട്ടു. പക്ഷെ അതിന്റെ ക്വാളിറ്റിയിൽ ഇതുവരെയും ഒരു ഇടിവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. എനിക്ക് പറയാനുള്ളത് പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. അടുത്ത് മൂന്നാമത് സ്നേഹക്കൂട്ട്. 483 എപ്പിസോഡാണ് സ്നേഹക്കൂട്ട് ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹക്കൂട്ടൊന്നും എൻഡ് ആക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല. അതിലെ കഥയൊക്കെ അത്രയ്ക്കും ആയോ അത് കാണുന്നവർ പറയാൻ, ഞാനത് ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് മസ്റ്റായിട്ട് താഴെ പറയണം കേട്ടോ. കാരണം 483 എപ്പിസോഡ് എന്നൊക്കെ പറഞ്ഞാൽ ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ നിർത്തേണ്ട സമയമല്ല. ഒരു 700-800 എപ്പിസോഡൊക്കെയാണ് ഒരു നോർമൽ സീരിയൽ നിർത്തുന്ന ഒരു സമയം. പക്ഷെ ഇഷ്ടമാത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അത് അത്രയും കഥയെ അതിനകത്ത് വരുന്നുള്ളൂ. അതിനകത്ത് ഇനി ഒന്നും കുത്തി നിറയ്ക്കാനില്ല. കാരണം അതൊരു എയിമോട് കൂടി വന്ന ഒരു സീരിയലാണ്. അപ്പൊ ആ ഒരു എയിം കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ ഒരു പാതയുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോൾ പിന്നെ അതിൽ ഇനി കഥയൊന്നും ഇല്ല. പക്ഷെ സ്നേഹക്കൂട്ട് അങ്ങനെ അല്ലല്ലോ. ഏഷ്യാനെറ്റിന്റെ ഓൺ സീരിയൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. 2:30 ഉച്ചയ്ക്ക് ഇത് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് വന്നപ്പോഴും TRP 3.3 ഉണ്ടായിരുന്നു. അതിന് മുന്നത്തെ ആഴ്ചയിൽ 3.44 ഉണ്ടായിരുന്നു. അപ്പം റേറ്റിംഗിൽ എന്താ പറയുക, പിന്നോക്കം നിൽക്കുക എന്നുള്ളത് ഈ സീരിയലിനെ സംബന്ധിച്ചിടത്തോളം പിന്നോക്കമൊന്നുമല്ല. അത്യാവശ്യം റേറ്റിംഗ് ഒക്കെ നിൽക്കുന്നുണ്ട്.
അടുത്ത 4ാമത്തെ സീരിയലാണ് ഞാൻ ശരിക്കും ഷോക്കായി പോയത്, ടീച്ചറമ്മ ശരിക്കും 7 വർഷത്തെ പ്രൊജക്ട് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത ഒരു സംഭവമാണ്. 304 എപ്പിസോഡ് മാത്രമേ ആയിട്ടുള്ളൂ ഈ പറയുന്ന ടീച്ചറമ്മ. രാത്രി 10:30ക്കാണ് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും 3.6 TRP കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് വീക്ക്. അതിന് മുന്നേ 3.13 കിട്ടിയിട്ടുണ്ട്. ടീച്ചറമ്മ അതിനും ഒന്നും ആയിട്ടില്ല കഥയൊന്നും. അതും ഇനിയും ഒത്തിരി മാറ്റങ്ങൾ വരാനും ഒത്തിരി കഥാഗതിയിൽ മുന്നോട്ട് പോകാനൊക്കെ ഉള്ളതായിട്ടാണ് എനിക്കതിന്റെ പ്രൊമോസും ചില ക്ലിപ്പിങ്ങുകളൊക്കെ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അതും കാണുന്നവർ പറയുക. അപ്പം ഈ 4 സീരിയലുകൾ എന്തുകൊണ്ടാണ് ഓഫ് എയറിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, റേറ്റിംഗ് ആണ്. കാരണം ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിടത്തോളം 10, 12, 13, 14 ഒക്കെ തന്നെയാണ് അവരുടെ ഒരു നോർമൽ റേറ്റിംഗ് എന്ന് പറയുന്നത്. അതിന് മുകളിലേക്ക് പോകുമ്പോഴത്തേക്കാണ് ആ സീരിയൽ സൂപ്പർ ഹിറ്റ് ആണെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റുന്നത്. ബാക്കിയുള്ള ചാനൽസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇപ്പം ഈ 3 പോയിന്റും 2 പോയിന്റും ഒക്കെ അവർക്ക് ഭയങ്കര ലക്കാണല്ല, ഓണം വന്നതുപോലെയാണ് ബാക്കിയുള്ള ചാനൽസിനെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിടത്തോളം 2 പോയിന്റ് 3 പോയിന്റ് ഒക്കെ അവർക്ക് എന്താണ്, അവർക്ക് വളരെ ഈ 0 പോയിന്റ് കിട്ടുന്നതിന് കണക്ക് തുല്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെല്ലാം അടിച്ച് ഓഫ് എയർ ആക്കിയിട്ട് പുതിയത് അടിച്ച് കയറ്റാനുള്ള പരിപാടി ആയിരിക്കും. ഇനി ബിഗ് ബോസ് വരുന്നത് കൊണ്ടാണോ ഈ 4 സീരിയലുകൾ ഓഫ് എയർ ചെയ്യുന്നതെന്നൊക്കെ 1-2 കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഞാനൊരു ബിഗ് ബോസ് റിവ്യൂവർ ആയതുകൊണ്ട് കൂടി ആ ഒരു ക്വസ്റ്റ്യൻ ഉത്തരം തരുവാണ്. എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് വരുന്നത് കൊണ്ടാണ് ഈ 4 സീരിയലുകൾ ഓഫ് എയർ ആക്കുന്നത്. കാരണം 2 സീരിയലുകൾ ഉച്ചയ്ക്കുള്ളതാണ്. അപ്പൊ അത് രണ്ടും പോയിന്ന് വെച്ചിട്ട് തീർന്നെന്ന് വെച്ചിട്ട് അവിടെ ഒന്നും വരാനൊന്നുമില്ല. അവിടെ ബിഗ് ബോസിന്റെ ഒരു സോർട്ട് ഫ്രീ ആവത്തൊന്നുമില്ല. പിന്നെ രാത്രിയിലത്തെ ഒരു 6 മണിയുടെ സീരിയലാണ് ഈ പറയുന്ന മൗനരാഗം തീരുന്നതോടുകൂടി ഏതെങ്കിലും ഒരു സീരിയൽ 6 മണിയിലോട്ട് വരും. പ്രൈം ടൈമിൽ നമ്മുടെ ഇവർ വിവാഹിതരായാലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പുതിയ പ്രൊമോസ് ഒക്കെ വന്നല്ലോ, ആ സീരിയൽ കയറും. അതായിരിക്കും നടക്കാൻ പോകുന്നത്. പിന്നെ രാത്രി 10:30 അവർ വേറെ എന്തെങ്കിലും പ്രോഗ്രാമോ റീടെലികാസ്റ്റിംഗോ ആ പരിപാടീസ് ആയിരിക്കും വെക്കാനായിട്ട് പോകുന്നത്. അല്ലാതെ 10:30 സീരിയൽ കൊണ്ടിടും എന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നോക്കാം. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക. ബാക്കിയുള്ള സീരിയൽസ് ഒക്കെ ഏഷ്യനിൽ അത്യാവശ്യം നല്ല TRPയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി TRP ഉള്ളതിൽ കുറവ് ഏതാണോ അതിനെ ആയിരിക്കും പിടിച്ച് 6 മണിയിലോട്ട് കൊണ്ടിടുന്നതും. നെക്സ്റ്റ് 10:30 ഇടുന്നെങ്കിൽ അതും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നിട്ട് ഈ പറയുന്ന പോലെ പ്രൈം ടൈമിൽ ഇവർ വിവാഹിതരായാലും കയറും. അതിന്റെ അപ്ഡേറ്റ്സുകളൊക്കെ കൂടുതൽ ഞാൻ അറിയുന്ന മുറയ്ക്ക് നിങ്ങളിലേക്ക് എത്തിക്കാം. എന്തായാലും നമുക്ക് നോക്കാം ഇനി പുതിയ ഏതെങ്കിലും സീരിയലുകൾ വരാനുണ്ടോ എന്ന്. നിലവിൽ ഇപ്പോൾ ഇവർ വിവാഹിതരായാൽ മാത്രമാണ് വരാനായിട്ടുള്ള സീരിയൽ. അതിന്റെ പ്രൊമോസ് എല്ലാം വന്നു. നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് അതിലെ നായകനും നായികയൊക്കെ കല്യാണമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. കോൺട്രാക്ട് മാരേജിന്റെ ഒരു കഥയാണ്. നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ സീരിയൽ അപ്ഡേറ്റ്സിനായിട്ട് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫേവറേറ്റ് സീരിയൽ ഏതാണ്? ഇതിൽ ഏത് സീരിയൽ അവസാനിക്കാനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത്? ഏത് സീരിയൽ അവസാനിക്കേണ്ടായിരുന്നു എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് മസ്റ്റായിട്ട് കമന്റ് ചെയ്യുക. എന്തായാലും ഇതിപ്പം ഇങ്ങനെ വന്നെന്നും പറഞ്ഞുകൊണ്ട് ഉടനെ തീരുന്നെന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു മനോരോഗം ഒരു 2 ആഴ്ച കൊണ്ട് പരിപാടീസ് ഏതാണ്ട് പ്രൊമോസ് ഒക്കെ കാണുമ്പോൾ തീരാറായ മട്ടാണ്. അപ്പൊ മനോരോഗം എൻഡിലേക്ക് എത്തുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇഷ്ടമാത്രം ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസമായിട്ട് ക്ലൈമാക്സിലോട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇഷ്ടമാത്രം ഏതാണ്ട് 1 മന്തിനകത്ത് തീരുമായിരിക്കും. സ്നേഹക്കൂട്ടും ടീച്ചറമ്മയും ഉടനെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. 1-2 മാസം കൂടി ചിലപ്പോൾ എടുത്ത് ആയിരിക്കും തീരുന്നത്. മാക്സിമം കുറഞ്ഞത് ഒരു 1 മന്തെങ്കിലും എടുത്തായിരിക്കും ആ സീരിയൽ തീരുന്നത്. അല്ലാതെ പെട്ടെന്നൊരു ക്ലൈമാക്സ് പ്രൊമോ എന്നും അങ്ങനെ വിട്ടെന്നും പറഞ്ഞുകൊണ്ട് ഉടനെ അടുത്ത ആഴ്ച തീരുന്നു 2 ആഴ്ച അങ്ങനെയൊന്നും വരാനൊന്നും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ടെലിവിഷൻ അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.